വെള്ളിയാഴ്ച ദിനം ഒരുപാട് കാര്യങ്ങളാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദിനത്തിൻ്റെ മഹത്വം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യപൂർവ്വം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് വെള്ളിയാഴ്ച ദിനമാണ്. എന്നിട്ട് ആ ദിനത്തിൽ സംഭവിച്ചിട്ടുള്ള ചില പ്രധാന കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫീഹി ഖുലിഖ ആദം. വെള്ളിയാഴ്ചയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന. വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ. വെള്ളിയാഴ്ച തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടതും. വലാ തഖൂമുസ്സാഅത്തു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ. അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ചയിലാണ്. ഇതൊക്കെ ഈ വെള്ളിയാഴ്ച ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ദിനത്തിൽ ഒരു ചെറിയ സമയമുണ്ട്. ആ സമയത്ത് ഒരാളുടെ പ്രാർത്ഥന യോജിച്ചു വരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ചേ ആ സമയമുള്ളൂ എന്നും പ്രത്യേകം പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. ഇന്ന ഫിൽ ജുമുഅത്തി സാഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു വഖാല ബിയദിഹി യുഖല്ലിലുഹാ. വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്. മുസ്ലിമായൊരു അടിമ അള്ളാഹുവിനോട് നമസ്കരിച്ചുകൊണ്ട് ആ സമയത്ത് അവൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇല്ലാ അഅതാഹു ഇയ്യാഹു, അക്കാര്യം അള്ളാഹു അവന് നൽകാതിരിക്കില്ല. വഖാല ബിയദിഹി യുഖല്ലിലുഹ, എന്നിട്ട് കൈകൊണ്ട് അത് വളരെ കുറഞ്ഞ നിമിഷം മാത്രമേ ഉള്ളൂ എന്ന് പ്രവാചകൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. അപ്പൊ ചെറിയ ഒരു സമയം വെള്ളിയാഴ്ചയിൽ ദുആക്ക് ഉത്തരം നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥന യോജിച്ചു വരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിർബന്ധമായും ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സമയം എപ്പോഴാണ്? ഒട്ടേറെ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലരും പല വിധത്തിലുള്ള തെളിവുകളും ഗവേഷണങ്ങളും വെച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ള അഭിപ്രായങ്ങളിൽ കൂടുതൽ സ്വീകാര്യമായി വന്നിട്ടുള്ളത് രണ്ട് വീക്ഷണമാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിമിലുണ്ട്. മാ ബൈന അൻ യജ്ലിസൽ ഇമാം ഇലാ അൻ തുഖ്ള സ്വലാത്ത്. ഇമാം മിമ്പറിൽ ഇരുന്നത് മുതൽ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിയുന്നത് വരെയുള്ള സമയം, അതിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ്. അതുകൊണ്ടാണ് മിമ്പറിൽ ഇമാമ് കയറിയ ശേഷം ഒരു ഖുത്ബ കഴിഞ്ഞാൽ ഇരിക്കുകയും പ്രാർത്ഥിച്ചോളൂ എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നത്. ഇമാം ഇരിക്കുന്ന സമയത്ത് അവസാനം പറയും അസ്തഗ്ഫിറൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയും. ആ ഇടവേളയിൽ ആളുകൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമായിട്ടാണ്. ഇങ്ങനെ നമസ്കാരം അവസാനിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുത്ബയിലും, ആദ്യത്തെ ഖുത്ബയിലും രണ്ടാമത്തെ ഖുത്ബയിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു സമയമുണ്ട്. മറ്റൊരു അഭിപ്രായം ആ വിഷയമായി വന്നിട്ടുള്ളത് അസറിന്റെ ശേഷമുള്ള ഏതോ നിമിഷമാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിനത്തിൽ അങ്ങനെ ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാനുള്ളൊരു അവസരം അള്ളാഹു നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച ദിനത്തെ സംബന്ധിച്ച് പ്രവാചകൻ മറ്റൊരു വചനത്തിൽ ഈദ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെരുന്നാളാണ്. പ്രവാചകൻ വിശേഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം അതാണ്. ഇന്ന ഹാദാ യൗമു ഈദിൻ ജഅലഹുല്ലാഹു ലിൽ മുസ്ലിമീൻ. മൂന്നാമത്തെ ഈദ് എന്ന് പ്രവാചകൻ വിശേഷിപ്പിച്ചത് വെള്ളിയാഴ്ച ദിനത്തെ സംബന്ധിച്ചാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ ജാഅൽ ജുമുഅ ഫല്യഗ്തസിൽ. ജുമുഅക്ക് വരുന്നവൻ കുളിക്കട്ടെ എന്ന് ഉപദേശിച്ചു.
സാമൂഹികമായൊരു കർമ്മത്തിന് വേണ്ടി വരുമ്പോൾ കുളിച്ച് വൃത്തിയാവുക എന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഈദാണ്, പെരുന്നാളിന് കുളിക്കൽ സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഈ ദിനത്തിലും കുളിക്കുന്നതിന് പ്രത്യേകമായ സുന്നത്തുണ്ട്. പക്ഷെ നിയ്യത്ത് വേണം. ജുമാക്ക് വേണ്ടി കുളിക്കുന്നു എന്നുള്ള പ്രതിഫലകാംക്ഷയോടുകൂടിയുള്ള കുളിയാണെങ്കിൽ സാധാരണ കുളിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രതിഫലമുള്ള ഒരു സുന്നത്തായ കുളിയായിട്ട് മാറും. പലപ്പോഴും നമ്മളൊക്കെ കുളിക്കാറുണ്ട്, എന്നും കുളിക്കുന്ന പോലെ അന്നും കുളിക്കും. അതല്ലാതെ ജുമാക്ക് വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ ഈ കുളി ഒരു ഇബാദത്തായി മാറുന്നു, പുണ്യകർമ്മമായി മാറുകയാണ്. മാത്രമല്ല, വെള്ളിയാഴ്ച ദിനത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം മഹത്തായ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം, ലാ യഗ്തസിലു റജുലുൻ യൗമൽ ജുമുഅ വയതതഹറു മസ്തതാഅ മിൻ തുഹ്രിൻ. വെള്ളിയാഴ്ച ദിനത്തിൽ ഒരാൾ കുളിക്കുന്നു, സാധ്യമായത്ര അയാൾ വൃത്തിയാവുകയും ചെയ്തു. വയദ്ദഹിനു മിൻ ദുഹ്നിഹി ഔ യമസ്സു മിൻ തീബി ബൈതിഹി. എണ്ണ ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ വീട്ടിലുള്ള സുഗന്ധം ഏതെങ്കിലും അവൻ പൂശുന്നു. സുമ്മ യഖ്റുജു, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഫലാ യുഫർരിഖു ബൈന സ്നൈൻ, രണ്ടാളുകൾക്കിടയിൽ അവൻ വേർതിരിക്കുന്നില്ല. സുമ്മ യുസല്ലി മാ കുതിബ ലഹു, അവന് നിശ്ചയിക്കപ്പെട്ടത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു. സുമ്മ യുൻസിത്ത്, പിന്നെ അവൻ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഇദാ തകല്ലമൽ ഇമാം, ഇമാമ സംസാരിക്കുമ്പോൾ നിശബ്ദമായി അവൻ കേൾക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരാൾ വെള്ളിയാഴ്ച ദിനത്തിൽ ചെയ്താൽ ഇല്ലാ ഗുഫിറ ലഹു മാ ബൈനഹു വബൈനൽ ജുമുഅത്തിൽ ഉഖ്റാ, ആ ജുമുഅയുടെയും മറ്റൊരു ജുമുഅയുടെയും ഇടയിൽ വന്ന ചെറുപാപങ്ങളെല്ലാം അവൻ്റേത് പൊറുക്കപ്പെടാതിരിക്കില്ല. അള്ളാഹു നമുക്ക് നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണത്. ചെയ്യുന്ന കർമ്മത്തിനെല്ലാം പ്രതിഫലം നൽകുന്നു. ആ പ്രതിഫലം നൽകുന്നതിൻ്റെ പുറമെ രണ്ടാമതായി അള്ളാഹു അനുഗ്രഹിക്കുന്നതാണ് പാപമോചനം എന്നത്. അത് ഈ ജുമുഅ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ്. പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ച പുണ്യമുണ്ട്. മൻ വസ്സല വഗ്തസല, ഒരാൾ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്ത് വൃത്തിയായി. വബക്കറ വബത്തക്കറ, എന്നിട്ട് നേരത്തെ പുറപ്പെട്ടു. വദനാ മിനൽ ഇമാമി ഫഅൻസത, ഇമാമിന്റെ അടുത്ത് വന്നിരുന്ന് ശ്രദ്ധിച്ച് ഖുതുബ കേൾക്കുകയും ചെയ്തു. കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ യഖ്തൂഹാ, അവൻ കാലടികൾ വെച്ച് വരുമ്പോൾ ഓരോ കാലടിക്കും സിയാമു സനത്തിൻ വഖിയാമുഹ, ഒരു വർഷം നോമ്പെടുത്തതിൻ്റെയും ഒരു വർഷക്കാലം രാത്രി നമസ്കരിച്ചതിൻ്റെയും പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും. വദാലിക അലല്ലാഹി യസീർ, ഇത്ര പ്രതിഫലം നൽകുക എന്നത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. ഇബ്നു ഖുസൈമ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തുടങ്ങിയ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ചില കർമ്മങ്ങൾക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നതിൻ്റെ അപ്പുറമുള്ള പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ പ്രതിഫലം വെള്ളിയാഴ്ച ദിനത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിലുണ്ട്. ഈ ഹദീസിൽ തന്നെ പരാമർശിക്കുന്ന ചില വിഷയങ്ങൾ ശ്രദ്ധേയമാണ്. വെള്ളിയാഴ്ച ദിനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അഴുക്കുപുരണ്ട വസ്ത്രവുമായി ജുമുഅക്ക് വരുന്ന സ്വഭാവം ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ ശ്രദ്ധേയമായൊരു കാര്യം, നിങ്ങൾ മിഹിനക്ക് ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്ത്രമല്ലാത്ത മറ്റൊരു വസ്ത്രമുള്ള ആളുകൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ജുമുഅക്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജുമുഅക്ക് വരുന്ന സമയത്ത് ദുർഗന്ധവുമായി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ആളുകൾക്കുണ്ടാകുന്ന പ്രയാസമാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, സുഗന്ധമുള്ളവരോട് അത് ഉപയോഗിക്കണമെന്നും അത് സുന്നത്താണെന്നും പ്രവാചകൻ പ്രത്യേകം ഉപദേശിച്ചതും ശ്രദ്ധേയമാണ്. ഒരു സദസ്സിലേക്കും സമൂഹത്തിലേക്കും വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട മാന്യമായ അന്തസ്സായ വേഷവിധാനം, വൃത്തിയും ഭംഗിയുമുള്ള രീതി, ഇതെല്ലാം ഒരു മുസ്ലിമിന്റെ സംസ്കാരമായി തീരണം. അതിന്റെ പുറമെ ഇതെല്ലാം പുണ്യകർമ്മവുമായി മനസ്സിലാക്കണമെന്ന്
പ്രവാചകൻ നമ്മളെ പ്രത്യേകമായി ഉപദേശിച്ചത് വളരെ ശ്രദ്ധേയമാണ്.